പക്ഷേ ഇങ്ങനത്തെ പടങ്ങളാണ് വിജയിക്കേണ്ടത്. പക്ഷേ ബാക്കിയുള്ള വലിയ പടങ്ങളിൽ പറയാൻ പോകുമ്പോൾ ഇങ്ങനത്തെ ചെറിയ പടങ്ങൾക്ക് ഉണ്ടാകുന്ന വീഴ്ചകളും ഭയങ്കര സംഭവങ്ങളൊക്കെ ഭയങ്കര സങ്കടം തോന്നുന്നുണ്ട്. സിനിമ ആളുകൾ നശിപ്പിക്കുന്നൊക്കെ പറയുന്ന ഒരു ഷോ ഇതൊന്ന് കണ്ടുപോകും. ഇതിലൂടെ നന്നായില്ലെങ്കിൽ പിന്നെ മനുഷ്യൻ നന്നാവില്ല. കോമഡി എന്റർടൈൻമെന്റ് ആണ്, ഇമോഷണലി ആണ് പടം കൊണ്ടുപോകുന്നത്. കാണാൻ പറ്റിയ സിനിമയാണ്, കാണാൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നല്ല പടം, അടിപൊളി ഇമോഷണൽ കോമഡി എന്റർടൈൻമെന്റ് ആണ്. നല്ല അടിപൊളി കണ്ടന്റ് ആണ്. പടം ജോണർ ത്രില്ലർ അല്ല, ഇതൊരു കോമഡി എന്റർടൈൻമെന്റ് ആണ്, ഇമോഷണലി ആണ് പടം കൊണ്ടുപോകുന്നത്. അടിപൊളി പടം, മസ്റ്റ് വാച്ച് പടമാണ്. തിയേറ്റർ എൻഗേജ് ആണ്. പക്ഷേ ഇതിന് തിയേറ്റർ ഇവിടെ കുറവായിട്ടാണ്. ഇത് ഓടി 2-ലാണ്, ഓടി 1-ലൊക്കെ ഇട്ടിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. കാരണം അത്രയും അടിപൊളി പടമാണ്. ഇത് തിയേറ്ററിൽ ആരും കാണാനില്ലെന്ന് ആൾക്കുമ്പോഴാണ് വിഷമമാണ്. തിയേറ്റർ ചെറുതായി അത്രയല്ല, ഇത് ആള് കാണാനില്ല. കാരണം ഇതൊക്കെ കാണേണ്ട പടമാണ്. കാരണം ഇപ്പം കണ്ടന്റുള്ള പടങ്ങളൊക്കെ ആള് കാണാൻ പറ്റണം, അല്ലാത്ത പടങ്ങളൊക്കെ പോയിട്ട് കാര്യമില്ല. ഇപ്പം ഇത് കാണേണ്ടത് മസ്റ്റ് വാച്ച്. കാരണം കരയാനൊക്കെ ഉണ്ട് പറയാൻ. ടൂറിസ്റ്റ് ഫാമിലി ശരിക്കും പറയാം, നമ്മളെ ഈ അടുത്ത കാലത്തൊന്നും തിയേറ്ററിൽ ഇരുന്നിട്ട് നമ്മൾ സിനിമ അല്ല ഒരു ജീവിതത്തിലൊപ്പം യാത്ര ചെയ്തൊരു അനുഭവമാണ്. ഞാനൊരു ചലച്ചിത്ര മാധ്യമ പ്രവർത്തനമാണ്. കോയിൻസിഡൻ്റായിട്ട് കഴിഞ്ഞ ദിവസം ശശികുമാർ ചേട്ടൻ്റെ, അതായത് ശശികുമാർ സാറിൻ്റെ ഇൻ്റർവ്യൂ എടുത്തുള്ളൂ. ആ സംവിധായകൻ്റെ വളരെ പ്രായം കുറഞ്ഞൊരു പയ്യൻ, നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഉദാത്തമായൊരു സിനിമ എടുത്തിരിക്കുന്നു. സിനിമ ആളുകൾ നശിപ്പിക്കുന്നൊക്കെ പറയുന്ന ഒരു ഷോ ഇതൊന്ന് കണ്ടുപോകും. ഇതിലൂടെ നന്നായില്ലെങ്കിൽ പിന്നെ മനുഷ്യൻ നന്നാവില്ല. ഉറപ്പായിട്ട് ഫാമിലി വന്ന് കാണേണ്ട ഒരു പടം. നമുക്ക് അത് വിവരിക്കാൻ പറ്റില്ല. അത് മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്ന എനിക്ക് പോലും വാക്കുകളില്ലെന്ന് വെച്ചാൽ അത് കണ്ട് ഞാൻ പലപ്പോഴും കരഞ്ഞു. അത് നമ്മൾ ഫീൽ ചെയ്തു എന്താ ഇമോഷണലി. കാരണം ഒരു സംവിധാനം ആ പ്രൊമോഷന് പറഞ്ഞ കൊച്ചിയിൽ വെച്ച് ലവ് ആൻഡ് ലാഫ് എന്നാണ്. ലവ് ആൻഡ് ലാഫ് അല്ല, സെന്റിമെന്റ്സ്, ഇമോഷണൽ സെന്റിമെന്റ്സ് കൂടെ പാക്ക് ചെയ്ത്, അതൊരു ബിസിനസ് പ്രോജക്റ്റ് അല്ല. അത് ശരിക്കും നമ്മൾ കാണും. ഓരോ മനുഷ്യനെയും അതിൽ പറിച്ചു വെച്ചിരിക്കുകയാണ് കഥാപാത്രങ്ങൾ. വളരെ സന്തോഷം. കഴിഞ്ഞ ദിവസം മാധ്യമ പ്രവർത്തനത്തിൽ നിങ്ങൾ ചെയ്യുന്ന മീഡിയ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് എൻ്റെ പ്രൊമോഷൻ കൊച്ചിയിൽ എടുത്തിട്ട് 2 ദിവസത്തിനുള്ളിൽ അത് വന്ന് മറ്റൊരു മാധ്യമത്തിനകത്ത് അഭിപ്രായം പറയാൻ പറ്റുന്നതിന് ഭാഗ്യം ഒരു ചലച്ചിത്ര മാധ്യമ പ്രവർത്തനത്തിൽ. സന്തോഷം. അടിപൊളി ഫാമിലി സിനിമ തന്നെയാണോ? കാണാം. പടം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. കാരണം തന്നെ കുറച്ച് ഗ്യാപ്പിന് ശേഷമാണ് ഇങ്ങനത്തെ ഒരു നല്ല പടം കാണാൻ ഒരു അവസരം കിട്ടിയത് തന്നെ. പിന്നെ കണ്ടിട്ടുണ്ട്, ഇല്ലെന്ന് പറയാനില്ല. പക്ഷെ എന്നാലും ഒരു ഫീൽ കിട്ടുക എന്ന് പറഞ്ഞുണ്ടല്ലോ, അത് പറയാൻ പറ്റില്ല. അങ്ങനെയാണ്. തുടക്കം സമയം പോയത് അറിഞ്ഞില്ല. ഒരുപാട് കുറേ കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ പടത്തിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാവരും തിയേറ്ററിൽ കാണേണ്ട ഒരു മൂവി തന്നെയാണ് ടൂറിസ്റ്റ് ഫാമിലി. ഇത് ട്രെയിലറിലൊക്കെ ത്രില്ലർ ലെവന്റ് തോന്നി, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ സിനിമയ്ക്ക്? ത്രില്ലർ അല്ല, ഇതിൽ പറയുന്ന പറഞ്ഞാൽ കോമഡി ഉണ്ട്, അതുപോലെ തന്നെ നമ്മളെന്താ ഇമോഷണൽ ഉണ്ട്. അതൊക്കെ നല്ല ആൾക്കാരിൽ വർക്കൗട്ട് ചെയ്യാൻ പറ്റി പടം. പേര് പോലെ യാത്രയാണോ പ്ലോട്ട് വരുന്നത്? അങ്ങനെയല്ല, ഇതൊരു പ്രത്യേക തരം ഒരു മൂവിയാണ്. കാരണം എന്ന് പറഞ്ഞാൽ എന്തായാലും അത് നമുക്ക് സമയം പോകുന്ന അറിയില്ല. നമ്മൾ ചില മൂവീസ് കാണുമ്പോൾ ഫോൺ എടുത്ത് നോക്കുന്ന പരിപാടിയുണ്ട്. അതൊന്നും ഇതിലില്ല, ബാധകമല്ല. നമുക്ക് എന്താ പറയുക, പെട്ടെന്ന് തീർന്നു പോയൊരു ഫീലാണ്. ആ ഒരു വേവിലങ്ങ് പോവുകയാണ്. ശശികുമാറിൻ്റെ കംബാക്ക് എന്ന് തന്നെ പറയാം പടം. ശശികുമാറിൻ്റെ, സിമ്രാൻ്റെ, ആ 2 പിള്ളേരുള്ള ആവേശത്തിലെ പയ്യനൊക്കെ ഉണ്ടല്ലോ. അതന്നെ, ആവേശത്തിലെ പയ്യനും കൂടി ചേർത്ത് തന്നെ പറഞ്ഞു. എനിക്ക് തോന്നുന്നു അവൻ്റെ ഡബിങ് എന്നാണ് തോന്നുന്നത്. എല്ലാം നല്ല പെർഫെക്റ്റ് ആയിരുന്നു. ആരും മോശമാക്കിയിട്ടില്ല, എല്ലാവരും നല്ല രീതിക്ക്. പക്ഷേ ഇങ്ങനത്തെ പടങ്ങളാണ് വിജയിക്കേണ്ടത്. പക്ഷേ ബാക്കിയുള്ള വലിയ പടങ്ങളിൽ പറയാൻ പോകുമ്പോൾ ഇങ്ങനത്തെ ചെറിയ പടങ്ങൾക്ക് ഉണ്ടാകുന്ന വീഴ്ചകളും ഭയങ്കര സംഭവങ്ങളൊക്കെ ഭയങ്കര സങ്കടം തോന്നുന്നുണ്ട്. അന്യഭാഷ ചിത്രമാണ്, ഇല്ലെന്ന് പറയണില്ല. പക്ഷേ ഇത് തിയേറ്ററിൽ വന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യേണ്ട പടമാണ്. ഇന്ന് തന്നെ ഈ ഒരു പടത്തിന് കാണാൻ വേണ്ടി വന്ന സമയത്ത് ആൾക്കാർ ഭയങ്കര കുറവായിരുന്നു. ഞാൻ ഇങ്ങനെ നോക്കിയാണ് എപ്പം കയറുമെന്ന് പറഞ്ഞുകൊണ്ട്. തമിഴ്നാട്ടിലാണെങ്കിലും പ്രിവ്യൂ കഴിഞ്ഞപ്പോൾ ഒക്കെ നല്ല റെസ്പോൺസ് ആയിരുന്നു. അതൊക്കെ കണ്ടിട്ടാണ് ഈ ഒരു പടം കാണാൻ വരുന്നത് തന്നെ. അപ്പോൾ നോക്കിയപ്പോൾ അവസാനത്തെ നിമിഷത്തിലാണ് ആൾക്കാർ കയറി അത് ഫുള്ളാവുന്നത് തന്നെ. ഭയങ്കര വിഷമം തോന്നി. ഒരുപാട് കൂറ പടങ്ങൾക്ക് എല്ലാവരും തല വയ്ക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം ഇതുപോലത്തെ ക്വാളിറ്റി പടങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യണം. ഇത് OTT വരുമ്പോൾ കുറേ വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ട് മറ്റതാണ് മറിച്ചതാണ്, അതൊക്കെ തെറ്റായിട്ടുള്ള കാണാം. നമ്മൾ തിയേറ്ററിൽ വരിക, തിയേറ്ററിൽ വന്ന് ആ ഫീൽ എന്താണെന്ന് മനസ്സിലാക്കുക. ഇഷ്ടപ്പെട്ടു, കൊള്ളാം സിനിമ. കാണാൻ പറ്റിയ സിനിമയാണ്, കാണാൻ എല്ലാവർക്കും ഫാമിലിയായിട്ട് കാണാൻ പറ്റുന്ന സിനിമയാണ്. സിനിമ കൊള്ളാം, നല്ല സിനിമയാണ്. അഭിനയവും കാര്യങ്ങളൊക്കെ എല്ലാം കൊള്ളാം, നല്ല സിനിമ.